ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് RRB JEE എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതായത് ഇപ്പോൾ BTech കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും, BTech ഡിപ്ലോമയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും. അതായത് ജൂണിലായിരുന്നു അവരുടെ ഫൈനൽ സെമസ്റ്റർ എക്സാമിനേഷന്, എന്നാൽ റിസൾട്ട് വന്നിട്ടില്ല. ഇത്തരം ആളുകൾക്ക് RRB JEE എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് RRB JEE എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനിയും വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. RRB JEEയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിരിക്കും. ജൂലൈൻ്റെയും സെപ്റ്റംബറിൻ്റെ ഇടയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നുള്ളതാണ് RRBയുടെ ടെൻറ്റേറ്റീവ് കലണ്ടറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതിൽ തന്നെ ഏറ്റവും അധികം സാധ്യതയുള്ളത് ജൂലൈയിൽ തന്നെ വരാനാണ് സാധ്യതയുള്ളത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ മുമ്പ് പല വീഡിയോസുകളിൽ പറഞ്ഞിട്ടുണ്ട്. RRB ഡിഫറൻറ്റ് സോൺസിലേക്ക് ലെറ്റേഴ്സ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. വേക്കൻസി അസസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനും ഡ്രാഫ്റ്റ് റിപ്പോർട്ട് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി ജൂലൈയിൽ തന്നെ വരാനാണ് സാധ്യത. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലേ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യന്. ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് പൂർണ്ണമായിട്ടും ഒരു അസംഷൻ്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. അതായത് ജൂലൈയിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുക, RRB JEEയുടെ നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുക. ഒരു മാസത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടാവും, അപ്ലൈ ചെയ്യാനുള്ള സമയം ഉണ്ടാവും. ഉദാഹരണത്തിന് ജൂലൈ 1 നോട്ടിഫിക്കേഷൻ വന്നാൽ ഓഗസ്റ്റ് 30 വരെ അല്ലെങ്കിൽ ഓഗസ്റ്റ് 1 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ എക്സാമിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജൂലൈ 30 വരെ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആ രീതിയിലായിരിക്കും നോട്ടിഫിക്കേഷൻ സാധാരണ വരാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ എക്സാം ഇപ്പോൾ കഴിഞ്ഞത് ജൂണിലാണ് അല്ലേ? ജൂൺ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സാം പല യൂണിവേഴ്സിറ്റീസിലും കഴിഞ്ഞിട്ടുണ്ട്, KTUവിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും. സോ നിങ്ങളുടെ റിസൾട്ട് നോർമലി ഒരു 1 മന്ത് 1.5 മന്തിനുള്ളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, റിസൾട്ട് വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂലൈയിൽ തന്നെ റിസൾട്ട് വരാനാണ് എല്ലാ സാധ്യതയും അല്ലേ? ശരിയല്ലേ? ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ പറയട്ടോ. അതായത് ജൂലൈയിൽ തന്നെ നിങ്ങളുടെ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. ബട്ട് ഓഫ് കോഴ്സ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ ഇനിയും കാലതാമസം ഉണ്ടാവും. പക്ഷേ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എലിജിബിൾ ആണ്. അത് നിങ്ങൾ എമർജൻസി കണ്ടീഷൻസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എമർജൻസിക്ക് അനുസരിച്ച് നിങ്ങൾ യൂണിവേഴ്സിറ്റീസിൽ പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും. പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെയുള്ള സമയത്ത് നമ്മൾ വാലിഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. സോ ഡെഫിനറ്റ്ലി അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, RRB JEE അപ്ലൈ ചെയ്യാം. സോ നിങ്ങളുടെ ഈ റിസൾട്ട് വരിക എന്നുള്ളതാണ് ഇതിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ജൂലൈയിൽ തന്നെ റിസൾട്ട് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫൈനൽ ഇയർ കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് BTech കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്കും എന്ത് ചെയ്യാം, RRB JEE അപ്ലൈ ചെയ്യാം. അതല്ല, നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ജൂലൈയും കഴിഞ്ഞ് ഓഗസ്റ്റിലേക്കൊക്കെ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയുള്ളത്. പക്ഷേ അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, RRB JEEയുടെ നോട്ടിഫിക്കേഷൻ ജൂലൈയിൽ എന്തായിട്ടില്ല, കൺഫേം ആയിട്ടില്ല. എല്ലാ സാധ്യതയുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ പ്ലാനിങ്ങുകളും ജൂണിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും, ജൂലൈയിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ള രീതിയിലാണ് എൻട്രി അതിൻ്റെ കംപ്ലീറ്റ് പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതായത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസൾട്ട് വന്ന് നിങ്ങൾ കംപ്ലീറ്റ് പാസ്സായി അതേപോലെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, RRB JEE പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ നിങ്ങളൊക്കെ ലക്കിയാന്ന് തന്നെ പറയാം. കാരണം റിസൾട്ട് വരാൻ തന്നെയാണ് സാധ്യത. ജൂലൈയിൽ റിസൾട്ട് വന്നാൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ലഭിക്കും, അതേപോലെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. വേറെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.